ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ഭക്തജന സഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവെ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥക്കുളത്തിൽ ആറാടി. ആറാട്ടിന്റെ സാക്ഷിയാകാൻ ക്ഷേത്രക്കുളത്തിന് ചുറ്റും ജനം തിങ്ങി നിറഞ്ഞു. ആറാട്ടു കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് ഓട്ടപ്രദക്ഷിണത്തിന് ശേഷം ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഗുരുവായൂരപ്പന്റെ 10 നാളത്തെ ഉത്സവം കൊടിയിറങ്ങി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആറാട്ടു ചടങ്ങുകൾ നിർവഹിച്ചത്. ബുധനാഴ്ച സന്ധ്യയ്ക്ക് കൊടിമരച്ചുവട്ടിലെ പഴുക്കാമണ്ഡപത്തിൽ ശാന്തിയേറ്റ് കീഴ്ശാന്തി മേച്ചേരി ശ്രീകാന്ത് നമ്പൂതിരി ദീപാരാധന നടത്തിയ ശേഷം ആറാട്ട് എഴുന്നള്ളിപ്പ് തുടങ്ങി. ചോറ്റാനിക്കര വിജയനും ചെർപ്പുളശ്ശേരി ശിവനും നയിച്ച പഞ്ചവാദ്യത്തോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് ക്ഷേത്രക്കുളം വലം വെച്ചു. രാത്രി ആറാട്ടുകടവിലെത്തിയപ്പോൾ ഭഗവത് തിടമ്പുമായി തന്ത്രി കുളത്തിലിറങ്ങി. ആറാട്ടുകഴിഞ്ഞ് പിടിയാന ദേവിയുടെ പുറത്താണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. തുടർന്ന് 11 പ്രദക്ഷിണം നടത്തിയ ശേഷമായിരുന്നു ആറാട്ട് ചടങ്ങുകൾ സമാപിച്ചത്. ബുധനാഴ്ച സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെ ക്ഷേത്രത്തിനകത്തും പുറത്തും ഭക്തരുടെ നിയന്ത്രണാതീതമായ തിരക്കായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലെ പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായി ഗുരുവായൂരപ്പൻ വൈകിയാണ് ഉണരുന്നത് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് രാവിലെ 8-ന് ശേഷമേ ഭക്തർക്ക് ദർശനമുണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് 1-ന് നടയടച്ചു. തെക്കേനടയിലെ പ്രസാദ ഊട്ടുശാലയിൽ ഉച്ചയ്ക്ക് 2-നുള്ളിൽ പ്രസാദ ഊട്ട് അവസാനിപ്പിച്ചു. ചോറ്, സാമ്പാർ, അവിയൽ, കിച്ചടി, പപ്പടം, അച്ചാർ, പുളിയിഞ്ചി എന്നിങ്ങനെ വിഭവസമൃദ്ധമായിരുന്നു ആറാട്ടു സദ്യ.